ഏറ്റവും നല്ലൊരു ആഗ്രഹവും ആവശ്യമാണ് താമസിക്കാൻ സ്വന്തമായ നല്ല വീടുണ്ടാവുക എന്നുള്ളത്. നല്ലൊരു ആദ്യത്തെ ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അന്വേഷണത്തിൻ്റെ ഒടുവിൽ സുരേഷിനും അനിതയും മക്കളെയും നല്ല വീട് വാങ്ങാൻ കർത്താവ് അനുവദിക്കുകയും ഇന്ന് ഈ വീട് സ്വീകരിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ച ഇവരെ ഈ കുടുംബത്തിൽ താമസമായിരിക്കുമ്പോൾ ഈ കുടുംബത്തെ നന്ദി പറയാം. ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ നമുക്ക് ഈ കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇവരുടെ സന്തോഷത്തിൽ നമുക്ക് പ്രത്യേകം നന്ദി ചെയ്യാം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ നിഗമിക്കുന്നതിൽ നല്ല ചെയ്ത മിശിഹ ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗ്ഗദൈവമായിരിക്കട്ടെ. ആമേൻ. Next one for you. And both of you hold together. Hold it. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പരദീസാവിന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് എന്റെ ഇടയനാകുന്നവ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചപരിച്ച പുറത്തേടി അവിടുന്ന് തന്നെ മേയിക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് തന്നെ നയിക്കും. അവിടുന്ന് എന്റെ കൂടെ ഉള്ളതിനാൽ മരണത്തിന്റെ താഴവരെ നടക്കാൻ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. കർത്താവ് അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തിൽ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഇവിടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ബോധ്യം ജീവിതകാശങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല.
എങ്കിലും നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ പുല്ലുകൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നോക്കുന്നില്ല. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വ മഹത്വത്തിലും ഇവയെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്ന് ഉള്ളത് നാളെ അടുത്ത് എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇത്രനാൾ അനുവദിക്കുന്നുവെങ്കിൽ വിശ്വാസികളെ നിങ്ങളോട് നേരത്തെ അനുവദിക്കുകയില്ല. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്തു ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിചാരിയാണെന്നുള്ള മനുഷ്യർക്ക് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ സ്നേഹപിതാവാദികളെ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് അങ്ങയുടെ സ്നേഹത്തിന് അർഹരാകുവാൻ അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിച്ച് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാനും കാരുണ്യം, ദയാവിനയം, ക്ഷമ തുടങ്ങിയ സുഹൃത്തുക്കൾ അഭ്യസിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരോട് സ്നേഹത്തോടെ പെരുമാറുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിതക്ലേശങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും കുടുംബത്തെ അനുകരിച്ച് സമാധാനത്തോടെ ജീവിക്കുവാൻ ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ പിതാവായ ദൈവമേ, ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകയാൽ അങ്ങയുടെ പൈതൃക പരിപാലനയെ സംരക്ഷിക്കണമേ. അങ്ങ് കുടുംബാംഗങ്ങളുടെ മധ്യയിൽ നിന്ന് വസിച്ച് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റാൻ സഹായിക്കണമേ. മക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. വിശുദ്ധ കുരിശിനടയാത്ത പരിശുദ്ധാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ ഐശായ ചന്ദ്രങ്ങളിൽ നിന്ന് ഈ ഭവനവും വസിക്കുന്നവരും വിമോചിത സുരക്ഷിതരായിരിക്കട്ടെ. Señor. The next one. Yeah. And more than the twin nuts. There's a twin nut. ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണം. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങൾ ആശീർവദിക്കുകയും സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണം. ഞങ്ങളിൽ ആരെങ്കിലും